ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സിന്റെ എക്സ്പീരിയൻസ് സെന്ററിലാണ്. അപ്പം ഇതിപ്പോൾ ട്രിവാൻഡ്രത്ത് 4th ഷോറൂമായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇൻഫോസിസിന് അടുത്തായിട്ടാണ് ഈ ഒരു ഫ്ലോർ വരുന്നത്. അപ്പം ഇവിടെ എല്ലാം നന്നായിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്ത് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡെമോ ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്കിപ്പോൾ കാണാം. അത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മളോടൊപ്പം ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടർ ഷജീർ ഉണ്ട്. അപ്പം നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിനോട്. ഹായ്. 1999 ആസ് എ ബ്രാൻഡ് അറ്റ്ലസ് കിച്ചൺ എന്നുള്ള ബ്രാൻഡ് നമ്മൾ ദുബൈയിൽ ലോഞ്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ആക്ച്വലി ഈ ഇൻഡസ്ട്രിയിൽ 83 ഓൺവേർഡ്സ് ഇന്റീരിയർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നമ്മളുണ്ട്. ഇന്ന് കേരളത്തിൽ ഏകദേശം 10,000-ൽ പരം കസ്റ്റമേഴ്സ് നമുക്കായി. അത്രയും കസ്റ്റമേഴ്സ് ഉള്ളത് തന്നെയാണ് നമ്മുടെ വിജയം, അല്ലേ? ഈ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, അവരാണ് ഞങ്ങളുടെ ഇന്നത്തെ ബിസിനസ് റൺ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് വൺസ് ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് അവർ കസ്റ്റമേഴ്സ്, ദേ ആർ നോട്ട് അവർ ക്ലയൻസ്, ദേ ആർ അവർ ഫാമിലി. വി ആർ ട്രീറ്റിംഗ് ലൈക്ക് ദാറ്റ്. ദാറ്റ്സ് വൈ അവരെ റെഫറൻസ് ആണ് ഞങ്ങളുടെ കൂടുതൽ ബിസിനസ്. ഇന്ന് ഞങ്ങളെ ഈ നിലയിലെത്തിയത് ഞങ്ങൾ ഓരോ കസ്റ്റമേഴ്സുമാണ്. നമുക്കിവിടെ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഏതൊരു ബഡ്ജറ്റിനനുസരിച്ചും നമുക്ക് അവരെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മോസ്റ്റ്ലി ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നത് എൻ്റെ ബെഡ്റൂം എങ്ങനെ ആയിരിക്കണം, ഡൈനിങ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ കിച്ചൺ എങ്ങനെ ആയിരിക്കണം. അവരുടെ ഡ്രീമിന്റെ കൂടെ നിൽക്കുക എന്നാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് മാനുഫാക്ചർ ചെയ്ത് ഇതെല്ലാം ഹൈ മെഷീൻസ് ആണ്, എല്ലാം ഇമ്പോർട്ടഡ് മെഷീൻസ് ആണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇന്റഗ്രേറ്റഡ് ആണ്. ഇവിടെ തന്നെ നമ്മുടെ ഓഫീസ് ഉണ്ട്. ഇതിന്റെ നേരിൽ നമ്മുടെ ഓഫീസാണ്. ആ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷനാണ് നമ്മുടെ മെഷീനറീസ്. അപ്പോൾ നമുക്ക് അത്രയും ഒരു ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങളും. അതുപോലെ അത്രയും ഫിനിഷിങ്ങോടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതെല്ലാം ഓട്ടോമൈസ്ഡ് സോഫ്റ്റ്വെയർസ് ആണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫിനിഷിങ് ഇപ്പോൾ നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഒരു ലിവിംഗ് റൂം, കിച്ചൺ, ഡൈനിങ്, ബെഡ്റൂം. ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റ് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഭംഗിയാക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ജസ്റ്റ് എക്സാക്ട് മോക്കപ്പ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ മോസ്റ്റ്ലി ഒരു ഫ്ലാറ്റ് വരുമ്പോൾ ആ ഫ്ലാറ്റിൽ സ്പേസ് കുറവും. അപ്പോൾ നമുക്ക് സ്റ്റോറേജ്, ഇപ്പോൾ രണ്ട് പിള്ളേരോ അല്ലെങ്കിൽ ഒരു ഫാമിലി, ഒരു സ്മോൾ ഫാമിലി, അപ്പോൾ അവരെ ബാക്കിയുള്ള ഐറ്റംസ് എങ്ങനെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ബാക്കിയുള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആ സ്റ്റോറേജ് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അത് ഭംഗിയൊന്നും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ലിവിംഗ് റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പാനൽ ഇതൊരു ലേറ്റസ്റ്റ് ട്രെൻഡാണ്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരള മാർക്കറ്റിൽ അവൈലബിലിറ്റി ഇല്ല. അക്കാരോ എന്ന് പറഞ്ഞൊരു പാനലാണ്, അക്കാരോ ഫ്ലൂട്ടഡ് പാനൽ. അതുപോലെ തന്നെ ഇത് അക്കാരോ ഡിസൈൻഡ് പാനലാണ്. ഇതിന് വേണ്ടി മാത്രമല്ല വാർഡ്രോബ് ഷട്ടേഴ്സ്, കിച്ചൺ ഷട്ടേഴ്സ്, അങ്ങനെ ഷട്ടേഴ്സിന്റെ എല്ലാം ലാമിനേറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സെലിബ്രേറ്റ് ദ സ്പേസ് എന്ന് പറയാൻ കാരണം ഞങ്ങൾ മാക്സിമം സ്പേസ് നമുക്ക് ആഘോഷമാക്കാൻ, സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുന്നത്. ഇതിന്റെ ബാക്കിൽ വരുന്നത് ഒരു വെറൈറ്റി ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ജസ്റ്റ് ഒരു ഓല മെടഞ്ഞൊക്കെ പോലെ സിമേര എന്ന് പറഞ്ഞ ഒരു പാൻ. ഇതെല്ലാം പ്രീമിയം ആണ്. പക്ഷെ നമുക്ക് ഇതിന്റെ ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇപ്പൊ ഞാൻ ഈ ഷോറൂമിൽ കാണിക്കുന്ന ഹൈ എൻഡ് ആണ്. ആ ഹൈ എൻഡ് മാത്രമല്ല, നമുക്ക് ഏത് കാറ്റഗറി, അതിന്റെ താഴെ ഏത് കാറ്റഗറി രീതിയിൽ നമുക്ക് ചെയ്യാം. ചാർക്കോൾ പാനലാണ്. നമുക്ക് ഈ പാനൽസ് നമുക്ക് എക്കണോമിക് രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പുറത്ത് വരുമ്പോൾ ഇത് മൈക്ക ലാമിനേഷൻ ആണ്. ആ രീതിയിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം വരുന്ന ഒരു എക്കണോമിക് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സ്ഥലമാണ് കിച്ചൺ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ കിച്ചൺ. ഗ്ലാസ് ആണ്. അറൌണ്ട് 3,000+ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷട്ടേഴ്സ് ആണ്. ഈ ഷട്ടേഴ്സ് അലുമിനിയം പ്രൊഫൈൽസിലാണ് ഗ്ലാസ് നമ്മൾ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ അറ്റ്ലസ് മാത്രമേ ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് ആക്സസറീസ് എല്ലാം പ്യൂർലി കസ്റ്റമറുടെ ഒരു താല്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇനി ആക്സസറീസ് ഇല്ലാത്ത രീതിയിൽ ഇനി ഇല്ലാത്ത രീതിയിൽ ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 ഷട്ടേഴ്സ് ക്ലോസ് ആയല്ലോ, ഈ ഒരു ബീഡി ഇത് ഓവർലാപ്പിംഗ് എന്ന് പറയും. 2 ഷട്ടേഴ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പാറ്റ പല്ലിയൊക്കെ ഭയങ്കര ശല്യം. ആ ഒരു സാധനം ഇതിനകത്ത് കയറാത്ത രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തത്. ഇപ്പൊ ഗ്ലാസ് കിച്ചൺ തന്നെ നമുക്ക് ഏകദേശം 2000+ 4-5 വർഷമായിട്ട് നമ്മൾ ചെയ്തു. നമുക്കിപ്പോ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഷട്ടേഴ്സ് ഇടുമ്പോൾ അതുപോലെ ഒരു വെന്റിലേഷൻ ഗില്ല് കൊടുത്തിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ 100% ഗർജൻ ഉപയോഗിച്ച് പ്ലൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടഡ് പ്ലൈ ആണ്. ഇതിനെല്ലാം ഞങ്ങൾ 10 years ഫ്രീ സർവീസ് ആകും. ഇനി എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ 10 years ഫ്രീ സർവീസ് നമുക്ക് അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സ് എന്ന് കിട്ടുന്നതായിരിക്കും. ഇത് അലുമിനിയം കിച്ചൺ, ഇമ്പോർട്ടഡ് അലുമിനിയം കിച്ചൺ. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് അറ്റ്ലസ് ആക്കിയത് ഈ ഒരു മെറ്റീരിയൽ. കാരണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക്
ഏറ്റവും പ്രിയപ്പെട്ടതും ഞങ്ങൾ ഇന്നും ഏറ്റവും കൂടുതൽ ചെയ്യണം, ഞങ്ങൾ കസ്റ്റമേഴ്സിന് ഇത്രയും ട്രസ്റ്റ് വന്നത് ഞങ്ങൾക്ക് ഈ കിച്ചണാണ്. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിക്കിടന്നാലോ മണ്ണിന്റെ അടിയിൽ മൂടിക്കിടച്ചാലോ ഒന്നും സംഭവിക്കില്ല. ഡാം ഷുവർ ആണ് അറ്റ്ലസിന്റെ ഒരു കിച്ചണും പൊളിച്ചു പണിത് കാണില്ല. സർവീസിന് എനിക്ക് 1 രൂപ പോലും ഞങ്ങൾ ഒരു കസ്റ്റമറിൽ നിന്ന് ഇതുവരെ ഈടാക്കിയിട്ടില്ല. അലുമിനിയം കിച്ചൺ. ഇതിന്റെ ഇൻസൈഡ് വരുന്നത് ACP എന്ന് പറഞ്ഞ പാനൽസ് ആണ്. ACP എന്ന് പറഞ്ഞ അലുമിനിയം കോമ്പോസിറ്റ് പാനൽസ് ആണ്. ഈ ഒരു മെറ്റീരിയലും വെള്ളത്തിന്റെ ഒരു അംശമോ ചതലിന്റെ അംശമോ ഒന്നുമില്ല. മെയിൻ്റെനൻസ് ഒന്നും ആവശ്യമില്ല. 10 വർഷമല്ല 20 വർഷം ഇതേ ഫിനിഷിൽ നിൽക്കും. സ്ക്രാച്ച് പ്രൂഫ് ആണ്, ടെർമൈറ്റ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, എല്ലാം. ഈ ജസ്റ്റ് ഇതുപോലത്തെ നമുക്ക് 2 ഷട്ടേഴ്സ് ക്ലോസ് ആകുമ്പോൾ ഈ ഒരു നമുക്കൊരു ബീഡിങ്സ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് എങ്ങനെ റഫായി ഉപയോഗിക്കാം. കാണുമ്പോ ഇവിടെ ഇപ്പൊ തന്നെ ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അതെ, നമുക്ക് ഇപ്പൊ എല്ലാത്തിലും ഒരു ആംബിയൻസ് കൊണ്ടുവരാം. മിനിമലിസ്റ്റിക് ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇന്റീരിയർ ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ട്രെൻഡ് മാറിയിട്ട് ഇപ്പൊ മിനിമലിസ്റ്റിക് ആയിട്ട് വളരെ കുറച്ച്. ഇപ്പൊ ഇത് നോക്കി 4 ചെയർ, ഒരു ടേബിൾ, ചെറിയ ലൈറ്റ്. ഇപ്പൊ ഒരു ക്ലയന്റ് ഒരു കൺസെപ്റ്റോടെ വരികയാണെങ്കിൽ അവർക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഒരു കൺസെപ്റ്റ് ഒരു ഐഡിയ ഇല്ലാത്ത ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് സെന്റർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു കൺസെപ്റ്റ് കിട്ടും, ഒരു ഐഡിയ കിട്ടും. അവരെ റൂം എങ്ങനെ വേണം, അവരുടെ കിച്ചൺ എങ്ങനെ വേണം, TV യൂണിറ്റ് എങ്ങനെ വേണം, ഏതൊക്കെ ലൈറ്റ്സ് ഫിറ്റ് ചെയ്യണം, എങ്ങനെയാണ് അവരുടെ ആംബിയൻസ് കൊണ്ടുവരുന്നത്, എല്ലാ കൺസെപ്റ്റും ഈ ഒരു ഷോറൂം. അതാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്രോക്കറി യൂണിറ്റിന്റെ ഫ്ലൂട്ടഡ് പാനൽസ് ആണ്. ഇത് പഴയ കാലത്ത് ഇത് നല്ലൊരു ട്രെൻഡായിരുന്നു. പിന്നെ അത് പോയി രണ്ടാമത് വീണ്ടും ട്രെൻഡായിട്ട് വന്നു. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോക്കറി യൂണിറ്റിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷട്ടറാണ്. ഇതിന് ബെലേസ എന്ന് പറയും, ഇറ്റാലിയൻ ടെക്സ്ചറാണ്. ഇത് PVD എന്ന് പറഞ്ഞത് PVD കോട്ടിംഗ് ആണ്. ഇതൊന്നും കേരളത്തിൽ ആരും ചെയ്യുന്നില്ല. ഇത് വെളിയിൽ നിന്ന് ചെയ്തെടുക്കുന്നതാണ്. ഓരോ ബഡ്ജറ്റിനനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും. വാർഡ്രോബ് എന്ന് പറയുന്നത് വാർഡ്രോബ് 2 വാർഡ്രോബ് ഉണ്ട്. നോർമൽ രീതിയിലുള്ള വാർഡ്രോബ് ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഇതിനകത്തുനിന്ന് തന്നെ ഡ്രസ് ചെയ്യാം. ഡ്രസ് ചെയ്തിട്ട് നമുക്ക് ഡ്രസ് എല്ലാം കീപ്പ് ചെയ്യാം, മേക്കപ്പ് ചെയ്യാം. അപ്പൊ ഇതൊരു വാക്കിംഗ് വാർഡ്രോബ് കൺസെപ്റ്റ് ആണ്. കാരണം ഇതെല്ലാം നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഈ തുറക്കാനൊന്നും സ്പേസ് ഇല്ലാത്ത ന്യൂ ഇന്നോവേഷനിലുള്ള വാർഡ്രോബ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഇനിയിപ്പോ ഈ ബെഡിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ബെഡ് സ്റ്റോറേജ് നമ്മൾ ഫോക്കസ് ചെയ്യണം. നമുക്കിപ്പോ ബെഡിന് ഇപ്പൊ റിമോട്ടിൽ നമുക്ക് ഇതിന്റെ അകത്ത് ഒരു ഹ്യൂജ് സ്റ്റോറേജ്, ഇതിനകത്ത് നമുക്ക് വലിയ വലിയ ബാഗേജസ് കീപ്പ് ചെയ്യാൻ പറ്റും. ഈ സൈഡിലുള്ള നോർമൽ രീതിയിലുള്ള നമുക്കൊരു വാർഡ്രോബ് ആണ് ഈ വരുന്നത്. മറൈൻ പ്ലൈയിൽ മൈക്ക ലാമിനേഷൻസ് ആണ്. ഇതിൽ കുറച്ച് പ്രീമിയം ലെവലാണ്. ഇത് നമുക്കൊരു നോർമൽ രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഫ്ലോറിംഗ്, സീലിംഗ് എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം ഇപ്പോൾ ഒരു ഇന്റീരിയറിന് ആവശ്യമുള്ള ലൈറ്റിങ്സ്, ഫ്ലോറിങ്സ്, കർട്ടൻസ്, ബ്ലൈൻഡ്സ്, സീലിംഗ്സ് എന്തൊക്കെയാണ് നമുക്ക് ഇന്ത്യയിൽ കംപ്ലീറ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു സ്ട്രക്ചർ മാത്രം വീട് വെച്ചാൽ മതി, ബാക്കി ഇന്റീരിയേഴ്സ് എല്ലാം അഡ്രസ്സിൽ കൊടുക്കുക. എല്ലാം ഇവിടെ കിട്ടുന്നേ ഈ ഒരു കൺസെപ്റ്റ്. ഇത് ശരിക്കും ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാനും ഇതുപോലത്തെ സീലിംഗ് ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതേ രീതിയിൽ ജിപ്സം സീലിംഗിന് ചെയ്യാം, അതുപോലെ ഇതുപോലത്തെ സീലിംഗ് ചെയ്യാം. അതാകുമ്പോൾ കുറച്ച് റേറ്റ് കുറയും. ഈ സീലിംഗ് ആകുമ്പോൾ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറയും, കുറച്ച് പ്ലൈ ആണ്. അപ്പോ ഇത് എങ്ങനെയാണ് ഇപ്പൊ 10,000-ഓളം കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവർക്കൊക്കെ എങ്ങനെയാണ് സർവീസ് ചെയ്തു കൊടുക്കുന്നത്? ഏത് രീതിയിലൊക്കെയാണ്? 10,000 കസ്റ്റമേഴ്സ് അല്ല, ഞങ്ങൾക്ക് അതൊരു റിലേറ്റീവ് ആണെന്ന് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു. വി ആർ ട്രീറ്റിംഗ് ലൈക്ക് ദാറ്റ്. ഞങ്ങൾക്ക് അറ്റ്ലസ് ഗാർഡ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അവർ മെയിൻലി നമ്മുടെ ഈ മെയിൻ്റെനൻസിന്, സർവീസിന്, കാരണം ഇതെല്ലാം ഡേ ടു ഡേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങോട്ടാണ് വിളിക്കുന്നത്. They never call us. We are always calling them. അപ്പോൾ നമുക്ക് ഇത്രയും കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഹാപ്പി കസ്റ്റമേഴ്സ്. നമുക്ക് എങ്ങനെയാണ് ഡിസൈനിങ് സെക്ഷൻ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്കത് മാനുഫാക്ചറിങ് യൂണിറ്റ് പോകുന്നത്, എല്ലാം ഞാൻ ഒന്ന് മേളിൽ കാണിച്ചു. ഇതാണ് നമ്മുടെ നേരത്തെ നിങ്ങൾ ചോദിച്ചതിന്റെ അടുത്ത് നിങ്ങൾക്ക് ഇത് എങ്ങനെ സാധിച്ചു, ഇതെങ്ങനെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തത്, അതിനുള്ള ഉത്തരമാണ് ഇത്. ഇവിടെ നിന്നാണ് നമ്മൾ എൻ്റെ ഡിസൈനിങ് സെക്ഷനാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഡിസൈൻ ചെയ്തിട്ടാണ് ഇവരാണ് ഓരോ ഡിസൈൻസും താഴെ കണ്ട ഓരോ ഡിസൈൻസും ഇവര് ഓരോരുത്തര് അവരുടെ ബ്രെയിനാണ്, അവരെ ഫിംഗർ പ്രിന്റ് ആയിട്ടുള്ളത് ഓരോ കാര്യത്തിൽ. ഈ സോഫ്റ്റ്വെയറിന് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ടു മെഷീനറീസ് ആൻഡ് ഫാക്ടറി. കസ്റ്റമേഴ്സിന്റെ ഡിസൈനും ആ കൺസെപ്റ്റും നമ്മൾ എല്ലാം ഇവിടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ ഫുൾ കൺസെപ്റ്റ് ആദ്യം ചോദിച്ചു, നമ്മൾ ക്ലയന്റ് മാനേജ് ചോദിച്ചു മനസ്സിലാക്കി. അത് മനസ്സിലാക്കി ഒരു ഡിസൈനറെ വെച്ചിട്ട് ആ ഡിസൈനറുടെ കൺസെപ്റ്റും എല്ലാം മാച്ച് ചെയ്തിട്ടാണ്. ഇപ്പോൾ ആരെന്ത് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്തു, ഒരു
ആ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ 10% മേളിലാണ് ഇവരെ ഡെലിവറി ചെയ്യാൻ എപ്പോഴും നോക്കുന്നത്. ബാക്കിയുള്ള ഇതിൻ്റെ ഒരു വ്യൂ ഇവർക്കും ക്രിയേറ്റിവിറ്റി കിട്ടാനുള്ള ഒരു വർക്കിംഗ് ആംബിയൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇവർ തന്നെ സെറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഓഫീസ് ഫൈനലി. ഇപ്പൊ ഇവിടുത്തെ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തത് നമ്മൾ ഒരു പോസിറ്റീവ് രീതിയിലാണ്. നമുക്ക് എന്ത് ക്രിയേറ്റിവിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള രീതിയിലാണ്. ആ ഒരു പോസിറ്റീവ് ആംബിയൻസ് ആണ് ഞങ്ങൾക്ക് ഇന്ന് ബിസിനസ്സിലുള്ളത്. 250 പേര് ഇപ്പോഴും ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഫാക്ടറിയിൽ. കാരണം 2 ഷിഫ്റ്റ് ഫാക്ടറി. അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങൾ ഒരു എൻറ്റിറ്റി മാത്രമേ കണ്ടിട്ടുള്ളൂ. ചെറിയൊരു അതെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സിന്റെ വിശേഷങ്ങൾ മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു ഹോൾ ടീം ഇതിന്റെ ബാക്കിലുണ്ട് എന്നുള്ളത് ഷജീർ ഇപ്പൊ പറയുന്നുണ്ട്. അത് മാത്രമല്ല അത്രയും ടീം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു വിജയം എന്ന് തന്നെ പറയാം അല്ലെ. ഒരു 250 എംപ്ലോയീസ് അല്ലെ ഇതിന്റെ പിറകിലുണ്ട് ഇനിയും. അത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞു ചെന്നൈയിലുണ്ട്, അതുപോലെ കേരളത്തിലെ 4th ഷോറൂമാണിത്, അതുപോലെ ദുബായിൽ തന്നെ 5 ഷോറൂംസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു വിജയം ഇനിയിപ്പോ വേൾഡ് അറൗണ്ട് എല്ലായിടത്തും ഈ ഒരു അറ്റ്ലസിന്റെ ഷോറൂം ഉണ്ടാവട്ടെ. താങ്ക് യു.